അവന്റെ വരവാണ് പറങ്കിപ്പടയുടെ തലവൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടേത്. ഈ ലോകകപ്പിൽ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്ന് ആദ്യ പോരിനിറങ്ങും. രാത്രി 10:30 നടക്കുന്ന കളിയിൽ DR കോങ്കോയാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ. ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം. പോർച്ചുഗൽ ടീമിന്റെ ലോകകപ്പ് ചരിത്രം നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. 9ാം തവണയാണ് പോർച്ചുഗൽ ഇങ്ങനെ ഈ ലോകകപ്പിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഈ സമീപകാല ചരിത്രങ്ങളിൽ പോർച്ചുഗൽ വളരെ ശക്തമായൊരു ടീമാണ്. 9ാമത്തെ ലോകകപ്പിന് പോർച്ചുഗൽ ഇന്ന് ഇറങ്ങുകയാണ്. 1966 പോർച്ചുഗലിന്റെ ഏറ്റവും മികച്ച പ്രകടനം, ലോകകപ്പിലെ ഏറ്റവും മികച്ച പ്രകടനം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അന്ന് അവർ 3ാം സ്ഥാനത്തെത്തി. പിന്നീട് 4ാം സ്ഥാനം വരെ എത്തിയെങ്കിലും കിരീടം എന്ന നേട്ടം ഇതുവരെ പോർച്ചുഗലിനെ തേടി എത്തിയില്ല. നിലവിൽ പോർച്ചുഗലിന്റെ ഫോം പരിശോധിച്ചാൽ അവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്താണ്. ഈ ലോകകപ്പിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകൾ ഒന്നുകൂടിയാണ് പോർച്ചുഗൽ. ഇനി സമീപകാല ലോകകപ്പിലെ പോർച്ചുഗലിന്റെ പ്രകടനങ്ങൾ, ആ ടൂർണമെന്റിലെ പോർച്ചുഗലിന്റെ പ്രകടനം നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കി വരാം. 2006 മുതൽ 2022 വരെയുള്ള പ്രകടനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 2006 അവർ 4ാം സ്ഥാനത്ത്, അന്ന് ജർമ്മനിയോട് 3ാം സ്ഥാനത്തുള്ള പോരാട്ടത്തിൽ അവർ തോറ്റിരുന്നു. അതിനുശേഷം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ച് അയാളുടെ ആദ്യത്തെ ലോകകപ്പായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. 4ാം സ്ഥാനത്ത് പോർച്ചുഗൽ എന്ന് തിരിച്ചു പോവുകയും ചെയ്തു. 2010 വരുമ്പോൾ പ്രീ ക്വാർട്ടർ ആയിരുന്നു പോർച്ചുഗലിന്റെ നേട്ടം. പ്രീ ക്വാർട്ടറിൽ ഒതുങ്ങുകയും ചെയ്തു. 2014 പക്ഷേ അല്പം നിരാശാജനകമായിരുന്നു പോർച്ചുഗലിന്റെ പ്രകടനം. ഗ്രൂപ്പ് റൗണ്ടിൽ പോർച്ചുഗൽ പുറത്തായി പോകുന്നതാണ് ആരാധകർ കണ്ടത്. 2018 വരുമ്പോൾ പോർച്ചുഗൽ വീണ്ടും പ്രീ ക്വാർട്ടർ വരെ എത്തി. പക്ഷേ തുടർന്ന് അങ്ങോട്ട് പോകാൻ പോർച്ചുഗലിന് സാധിച്ചതുമില്ല. കഴിഞ്ഞ ലോകകപ്പിൽ 2022 ക്വാർട്ടർ ഫൈനൽ വരെയായിരുന്നു പോർച്ചുഗലിന്റെ പ്രകടനം ഉണ്ടായിരുന്നത്. അങ്ങനെ ആദ്യ കിരീടം എന്ന ലക്ഷ്യവുമായി പോർച്ചുഗൽ വരികയാണ്. വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ആ ടീമിനെ, അവരുടെ ആ പ്രകടനങ്ങളെ മികച്ച കരുത്തുള്ള ടീം എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ടീം ഇത്തവണ ആ കിരീടം നേടുമോ എന്ന് തന്നെയാണ് ചോദ്യം. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി, കഴിഞ്ഞ തവണ മെസ്സിക്ക് വേണ്ടി അർജന്റീന നേടിയത്, ഇത്തവണ ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി പോർച്ചുഗൽ ടീം അവർ ചെയ്യുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം. നമുക്കിനി പോർച്ചുഗലിന്റെ ഇന്നത്തെ ടീമിനെ, സാധ്യതാ ടീമിനെ പരിചയപ്പെടാം. ടീമിലേക്ക് വരുമ്പോൾ ആദ്യം അവരുടെ ഗോൾ കീപ്പർ ഡിഗോ കോസ്റ്റ. അയാളിൽ സുരക്ഷിതമാണ് പോർച്ചുഗലിന്റെ ഗോൾ വല എന്നത്. അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള, മുന്നേറ്റത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രകടനം അത് പോർച്ചുഗലിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. ഗോൾ കീപ്പർ കഴിഞ്ഞാൽ പ്രതിരോധ നിരയാണ്. അവിടെ കാൻസാലോ ഉണ്ട്, റെനാട്ടോ വീഗയുണ്ട്, ഇനാസിയോ ഉണ്ട്, ന്യൂനോ മെൻഡസ് ഉണ്ട്. അങ്ങനെ ആ ടീം, ആ 4 അംഗ പ്രതിരോധ നിരയും അത് കരുത്തുറ്റതാണ്. ഈ 2 ഗോളിയും പ്രതിരോധ നിരയും ഉൾപ്പെടുന്ന ഈ വലയെ, ഈ മതിലിനെ തകർത്തുകൊണ്ട് ഇന്ന് DR കോങ്കോയ്ക്ക് വല ചലിപ്പിക്കാൻ പറ്റുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ മധ്യനിരയിലേക്ക് വരുന്നു. അവിടെ ജാവോ നെവ്സ് ഉണ്ട്, വിച്ചീനയുണ്ട്, ബ്രൂണോ ഹെർണാണ്ടസ് ഉണ്ട്. ഈ 3 അംഗ മധ്യനിര അവർ പ്രതിരോധം തീർക്കുമൊപ്പം കളി മെനയുകയും ചെയ്യും. ഇനി റൈറ്റ് വിംഗ് ഫോർവേഡ് ബെർണാഡോ സിൽവ, ഒപ്പം ലെഫ്റ്റ് വിംഗിൽ പെഡ്രോ നെറ്റോ. ഈ 2 പേർ കൂടി, അവർക്ക് മധ്യത്തിലായി നമുക്കറിയാം സാക്ഷാൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി ഉണ്ട്. അങ്ങനെ ഇതാണ് 4-2-3-1 പോർച്ചുഗലിന്റെ ഫോർമേഷൻ. ഇതാണ്. ഈ ഫോർമേഷനിൽ അവർ കളിക്കും ഇന്ന് എതിരാളികൾക്കെതിരെ. എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ്, ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് ഈ പോർച്ചുഗൽ ടീമിൽ. അവർ ഏത് രീതിയിൽ ഇന്ന് കളിക്കും എന്ന് രാത്രി 10:30 കാണാം. ഈ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തും ശക്തിയും അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. റൊണാൾഡോയെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണാത്മക ഫുട്ബോളാണ്, ആ വേഗമേറിയ ഫുട്ബോളാണ് പോർച്ചുഗലിന്റെ പ്രത്യേകത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.